everyone, this is Basil. Welcome to iPlus Training Solutions. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റീസെന്റ് ട്രെൻഡ് എക്സാമിനേഷന്റെ ഏറ്റവും കോർ ടോപ്പിക്സ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് പാറ്റേൺസിൽ നിന്ന് ചോദ്യങ്ങൾ വരികയാണ്. അതായത് എക്സാമിന്റെ കൺവെൻഷണൽ മെത്തേഡ്സ് എല്ലാം അവർ മാറ്റിയിട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ പാറ്റേൺ ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് അവർ എക്സാമിനേഷൻ മാറ്റി. അവർ അപ്ഡേറ്റ് ആകുമ്പം നമ്മൾ അതുക്കും മേലെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെന്റ് അപ്പോയിന്റ്മെന്റ്സ് ആണ്. അതായത് ഈ കറണ്ട് അഫയേഴ്സ് എന്ന് നമ്മൾ സിലബസിൽ കാണുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് അഫയേഴ്സിനും ഓരോ സബ് ഡിവിഷൻസ് ഉണ്ട്. അതായത് അപ്പോയിന്റ്മെന്റ് ഏറ്റവും കൂടുതൽ വെയിറ്റേജുകൾ കൂടുതൽ വരുന്ന പാറ്റേൺ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്പോയിന്റ്മെന്റ്സ്, ദെൻ നമ്മളുടെ ഡിഫൻസ് സെക്യൂരിറ്റി അപ്പോയിന്റ്മെന്റ്സ്, ഓരോ പാറ്റേൺസിലും അതായത് നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആ ടൈമിൽ നമുക്ക് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന അപ്പോയിൻമെന്റ്സ് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോയിൻമെന്റ്സ് ആണ്. ആൻഡ് നമുക്ക് ആദ്യത്തെ അപ്പോയിൻമെന്റ് നോക്കാം. ആദ്യത്തെ അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഗ്യാനേഷ് കുമാർ ആണ്. ആരാണ് ഈ ഗ്യാനേഷ് കുമാർ? ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ്. അതായത് നമുക്ക് ഇന്ത്യയിൽ രണ്ട് ടൈപ്പ് ബോഡീസ് ഉണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബോഡികളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ ബോഡികളെ ഡിവൈഡ് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് രണ്ടായിട്ട് ബോഡീസിനെ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്ന പാറ്റേൺ, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഒന്ന് നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറിയുമായി ബന്ധപ്പെട്ട പാറ്റേണിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ്, ഒരു സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും ഉണ്ട്. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ, നമുക്കറിയാം ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട് എന്നുള്ളത്. നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്നത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. ഇനി ഒരു നിയമമൊഴി, സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടാണ്, ഒരു നിയമം വഴി ഉണ്ടാകുന്ന ബോഡികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് എന്ത് വേണമെന്നാണ്. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 324 ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 324 എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം എന്ത് വേണം, ഇന്ത്യക്ക് ഇലക്ഷൻസ് നടത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വേണം എന്നുള്ള കാര്യം. അപ്പം ഇന്ത്യക്ക് ഇലക്ഷൻസ് നടത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വേണം എന്ന് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 324 എന്നാൽ നിങ്ങൾ ഇത് കണ്ടോ, നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന സെബി എന്ന് പറഞ്ഞ സാധനം. എന്താ സെബി? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യക്ക് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വേണം എന്നുള്ളത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ത്യയിലെ സെബി ഉണ്ടോ? ഇന്ത്യയിലെ സെബി ഉണ്ട്. അപ്പൊ എന്ത് ടൈപ്പ് ബോഡിയാണ്? നിങ്ങൾ പറ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? അല്ല. കാരണം എക്സാമിനേഷൻ ആയി ചോദിക്കാണ് ഈ സെബിയെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? നോ, ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. തന്നിരിക്കുന്നതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഏതാണ് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കാൻ നോക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്. സോ സെബി എന്ന് പറഞ്ഞാൽ എന്താ? സെബി ഒരു നിയമം വഴി ഉണ്ടായി വന്ന ഒന്നാണ്. നിയമം വഴി ഉണ്ടായി വന്ന ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിയമമാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ബോഡിയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ആർട്ടിക്കിളിൽ 324 പറയുന്ന സാധനമാണ് എന്ത്? ഇന്ത്യക്ക് ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം എന്ന് പറയുന്നത്. സോ ഇലക്ഷൻ കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണല്ലോ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 26ാമത്തെ ഇലക്ഷൻ കമ്മീഷണറിനെയാണ്. 26ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. എന്തിനാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് 26ാമത്തതാണ് എന്നുള്ളത്? സോ ബിക്കോസ് ദേ മേ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്: വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഗ്യാനേഷ് കുമാർ എമോങ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ എത്രാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഈ പറയുന്ന ഗ്യാനേഷ് കുമാർ എന്നുള്ള കാര്യം നമ്മളോട് ചോദിക്കും. അപ്പൊ ഗ്യാനേഷ് കുമാർ ഇന്ത്യയിലെ 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് എന്നുള്ള കാര്യം ഓർക്കുക. And they may give options like 25, 24, 26, 27. So you want to identify that 26 ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്
ആരെന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്നത്. വെൽ, സോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ജ്ഞാനേഷ് കുമാർ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ജ്ഞാനേഷ് കുമാറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, 26ാമത്തേതാണ് എന്നുള്ളത്. ജ്ഞാനേഷ് കുമാറിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അത് എക്സാമിനേഷൻ ചോദിക്കും. അപ്പോൾ ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നാണ്. എന്ത് അപ്പോയിന്റ് ചെയ്യുന്നത്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് സെലക്ഷൻ കമ്മിറ്റിയാണ്. അപ്പോൾ ഇത്രയും നാളും ഇന്ത്യയിൽ ഈ ചീഫ് ഇലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ ഒപ്പോസിഷൻ ലീഡർ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ ക്യാബിനറ്റ് മിനിസ്റ്ററിൽ ഒരാൾ, ഇത്രയും പേർ പറയുന്നതായിരുന്നു ആര്? ഈ പറയുന്ന സെലക്ഷൻ കമ്മിറ്റി വരുന്നത്. അപ്പോൾ ചീഫ് ജസ്റ്റിസിന് തീരുമാനിക്കാം. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ആരാ? സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യയുടെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ ഒപ്പോസിഷൻ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി അല്ലാതെ എതിർ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ്. അതായത് ഇന്ത്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഒപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അതിൽ ഓൾറെഡി കാണും. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. ഈ പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും എന്തായാലും ഗവൺമെന്റിന്റെ വക്താക്കളാണ്, ഗവൺമെന്റിന്റെ തീരുമാനമായിരിക്കും ആണല്ലോ. ഇപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും എങ്ങനെയായിരുന്നു അപ്പോയിന്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അറ്റ് പ്രസന്റ്, അതായത് ജ്ഞാനേഷ് കുമാറിനെ അപ്പോയിന്റ് ചെയ്തപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി. അതായത് ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയിൽ ചീഫ് ജസ്റ്റിസ് ഇല്ല. അപ്പൊ ആരൊക്കെ ഉണ്ട്? 3 പേരാണ് ഇപ്പോൾ ഈ പറയുന്ന സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത്. ആകെ 3 പേരാണ്. ആരൊക്കെയാണ്? ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഒപ്പോസിഷൻ ലീഡർ, അതായത് ആര്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഒപ്പോസിഷൻ ലീഡർ ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉണ്ട്, ഒപ്പോസിഷൻ ലീഡറായ രാഹുൽ ഗാന്ധി ഉണ്ട്, ഒപ്പോസിഷൻ ലീഡർ ഉണ്ട്, ആൻഡ് ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ്. ജ്ഞാനേഷ് കുമാറിന്റെ അതിനകത്ത് ഹോം അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു. ഇന്ത്യയുടെ ഹോം അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അമിത് ഷാ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒപ്പോസിഷൻ ലീഡർ ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം എന്നായിരിക്കും ഇപ്പൊ ചിന്തിക്കുന്നത്. എന്താണ് ഇതിന് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരുണ്ട്. 3 പേരിൽ തീരുമാനം എപ്പോഴും എന്തായിരിക്കും? 2 പേർക്കല്ലേ മെജോറിറ്റി കൊടുക്കുന്നത്. സോ 2 പേർക്കാണ് മെജോറിറ്റി. അപ്പൊ ജ്ഞാനേഷ് കുമാറിന് അപ്പോയിന്റ്മെന്റ് 2:1 അപ്പോയിന്റ്മെന്റ് ആണത്. അതായത് പ്രൈം മിനിസ്റ്ററും ഹോം അഫയേഴ്സ് മിനിസ്റ്ററും അമിത്ഷായും നരേന്ദ്രമോദിയും ജ്ഞാനേഷ് കുമാറിനെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഒപ്പോസിഷൻ ലീഡറായ രാഹുൽ ഗാന്ധി വേണ്ട എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ കാര്യമുണ്ടോ? പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. 3-ൽ 2 പേർ പറഞ്ഞാൽ അവർക്കാണ് ഭൂരിപക്ഷം കൂടുതൽ. അങ്ങനെയാണ് ജ്ഞാനേഷ് കുമാറിനെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. എത്രാമത്തേതാ? 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇതെല്ലാം നമുക്ക് പാറ്റേൺ ചോദ്യമാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ജസ്റ്റ് നമുക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. സോ ഇഫ് യു വാണ്ട് സ്റ്റഡി, ഇഫ് യു വാണ്ട് റാങ്ക്, യു വാണ്ട് ടു സ്റ്റഡി ഫ്രം ദിസ് പാറ്റേൺ. സോ what we were discussing that Chief Election Commission of India, it is Gyanesh Kumar. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 324 ഇന്ത്യക്ക് ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞത്. ഇന്ത്യക്ക് ഇലക്ഷൻ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞത് ഈ പറയുന്ന ഇന്ത്യയുടെ 324 ആണല്ലോ. ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിൽ എന്ത് നടത്തുന്നത്? ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്ററിന്റെ ഇലക്ഷൻ നടത്തുന്നത്, ദെൻ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ ഇലക്ഷൻ നടത്തുന്നത്, ലോകസഭ ഇലക്ഷൻ നടത്തുന്നത്, സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻസ് നടത്തുന്നത് ഒക്കെ ഇന്ത്യയുടെ ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ് നടത്തുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമാണോ? അല്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് 2 അധികം ആൾക്കാർ കൂടിയുണ്ട്, ഇലക്ഷൻ കമ്മീഷണേഴ്സ് കൂടിയുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ അകത്ത് തന്നെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ജ്ഞാനേഷ് കുമാർ. ഇനി 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇവർ 3 പേരും അടങ്ങുന്നതാണ് എന്ത്? ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇലക്ഷൻ കമ്മീഷണറെയാണ്. ഞാൻ പറഞ്ഞു 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട് എന്നുള്ളൂ. പക്ഷേ ഞാൻ ഒരാളുടെ പേര് എഴുതിയുള്ളൂ, വിവേക് ജോഷിയുടെ പേര് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവേക് ജോഷിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്പോയിന്റഡ് ആയിരിക്കുന്നത്. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ എക്സാമിനേഷന് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് എക്സാം എഴുതാൻ പോകുന്നതിന് 6 മന്ത്സിന് മുമ്പ് എന്താണ് നടന്നത് എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ 6 മന്ത്സിന് ഇടയിൽ നടന്നത് വിവേക് ജോഷിയുടെ അപ്പോയിൻമെൻ്റ് ആണ്.
പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് പഠിക്കണം, മറ്റേ ഇലക്ഷൻ കമ്മീഷണറും കൂടി പഠിച്ചു വെച്ചേക്കണം. കാരണം ഇതൊരു സ്റ്റാറ്റിക് ജി കെ കൂടിയാണ്, കറണ്ട് അഫെയർ മാത്രമല്ല, ഇതൊരു സ്റ്റാറ്റിക് ജി കെ ആണ്. അതായത് ഇപ്പോഴത്തെ ആരാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ എന്നുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ട് പാറ്റേൺ വരുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതുകൊണ്ട് നമുക്കറിയാം, അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ വിവേക് ജോഷിയാണ്. ഇനി അടുത്ത ആൾ എന്ന് പറഞ്ഞാൽ ഒരു സിഖുകാരനാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും, ഡോക്ടർ സുഖ്ബീർ സിംഗ്. ഡോക്ടർ സുഖ്ബീർ, സിഖുകാരാകുമ്പോൾ എപ്പോഴും സിംഗ് എന്ന പേരാണല്ലോ. സോ ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു ആണ്. എന്ത്? ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു ആണ് ആര്? ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു ആൻഡ് വിവേക് ജോഷി, ജ്ഞാനേഷ് കുമാർ. എങ്ങനെ ഓർത്തിരിക്കാം? നമ്മളെ ഈ പറയുന്ന ഇലക്ഷനൊക്കെ ആയിക്കഴിയുമ്പോൾ ഭയങ്കര പ്രഷറായിരിക്കും. ഓരോ സ്ഥാനാർത്ഥികൾക്ക് ഞാൻ ജയിക്കും, അപ്പോൾ ഒരു ധ്യാനിക്കും എന്നോർത്താൽ. സോ ധ്യാനിക്കുക എന്ന് ജ്ഞാനേഷ് കുമാർ എന്നുള്ള കാര്യം ഓർക്കുക. സമാധാനത്തിന് വേണ്ടിയല്ലേ? സോ സുഖ്ബീർ സിംഗ് സന്ധു ശാന്തതയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ശാന്തതയ്ക്ക് വേണ്ടിയാണ്. വിവേകമുള്ളവരെല്ലാവരും ശാന്തതയ്ക്ക് വേണ്ടിയാണ് എന്ത് ഇലക്ഷൻ ടൈമിൽ ധ്യാനിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. സോ വിവേക് ജോഷി, ജ്ഞാനേഷ് കുമാർ, ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു, ഇവരാണ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത്. സോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇറ്റ് ഈസ് ജ്ഞാനേഷ് കുമാർ ആൻഡ് ഹിസ് റാങ്ക് ഈസ് 26. ദാറ്റ് മീൻസ് 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടാണ് ജ്ഞാനേഷ് കുമാർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. സോ നമ്മൾ ഇവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻ പഠിച്ചു. വിവേക് ജോഷി ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. വെൽ, സോ വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ്. തേർഡ് ഇസ് ശക്തികാന്ത് ദാസ്. ആരാണ് ശക്തികാന്ത് ദാസ് എന്ന് പറയുന്നത്? ശക്തികാന്ത് ദാസ് ഇന്ത്യയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ആരുടെ? പ്രൈം മിനിസ്റ്ററിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ആര്? ശക്തികാന്ത് ദാസ്. 2 എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന് 2 പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ? നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ആണല്ലോ. നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദവി അലങ്കരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആര്? നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്പേസ് മിനിസ്റ്റർ എന്നറിയപ്പെടുന്നതും ആരാണ്? നരേന്ദ്രമോദിയാണ്. അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരാണ് എന്നുള്ള ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. കാരണം എന്താ? LKG പഠിക്കുന്ന കുട്ടിക്കും അത് എഴുതാൻ പറ്റും. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത്. അപ്പം ഇന്ത്യയുടെ സ്പേസ് മിനിസ്റ്റർ കൂടിയാണ് അദ്ദേഹം എന്നറിയുന്ന വളരെ കുറച്ചു പേർ മാത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയുടെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റലാണ്. സ്പിരിച്വൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? അതൊരു നിക്നെയിമാണ്. എക്സാമ്പിൾക്ക് നിക്നെയിം ചോദിക്കാറുണ്ട് നമ്മളോട്. അപ്പോൾ ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് വാരണാസിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് വാരണാസിയാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് ഈ വാരണാസി സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുകളുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി സീറ്റുകളുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ. സോ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലെ ലോകസഭാ മണ്ഡലത്തിന്റെ പേരാണ് വാരണാസി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് വാരണാസി. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ കാശി രാമേശ്വരത്തൊക്കെ പോകുന്ന പറയുന്ന പോലെ കാശിയാണ് വാരണാസി എന്ന് പറയുന്നത്. സോ സ്പിരിച്വൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് വാരണാസി. ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഓഫ് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി, നരേന്ദ്രമോദിയുടെ ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ കുറിച്ചാണ്. സോ നരേന്ദ്രമോദിയുടെ ഈ അടുത്ത് അപ്പോയിന്റ് ചെയ്ത പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശക്തികാന്ത് ദാസ് എന്ന് പറയുന്നത്. സോ ശക്തികാന്ത് ദാസ് ആണ് നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തി. ശക്തികാന്ത് ദാസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ശക്തികാന്ത് ദാസ് ആണ് ആണല്ലോ. ഇനി ഒരെണ്ണമായ ഉള്ളോ ഇയാൾക്ക്? പ്രധാനമന്ത്രിക്ക് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉള്ളോ? അല്ല, പ്രധാനമന്ത്രിക്ക് 2 പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രമോദ് കുമാർ മിശ്രയാണ്. പ്രമോദ് കുമാർ മിശ്ര ആണ് പ്രൈം മിനിസ്റ്ററിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ്. സോ പ്രൈം മിനിസ്റ്റർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് പ്രമോദ് കുമാർ മിശ്രയും ആര്? ശക്തികാന്ത് ദാസും. 2 പേരും. ഈ ശക്തികാന്ത് ദാസിന് നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് ശക്തികാന്ത് ദാസ്. ആരാണ് ശക്തികാന്ത് ദാസ്? ഇതിനു മുൻപ് ശക്തികാന്ത് ദാസ് ആരായിരുന്നു?
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പദവി അലങ്കരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ആര്? RBIയുടെ ഗവർണർ ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബാങ്ക്സ് ഓഫ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പദവി അലങ്കരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ആര്? ശക്തികാന്ത് ദാസ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്നത്. സെക്കൻഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി, രണ്ടുപേരുണ്ട്, അതിൽ സെക്കൻഡ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശക്തികാന്ത് ദാസ് എന്ന് പറയുന്നത്. മറ്റേ ആള് പ്രമോദ് കുമാർ മിശ്രയാണ്. പ്രമോദ് കുമാർ മിശ്ര ആൻഡ് ശക്തികാന്ത് ദാസ്, ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്രിൻസിപ്പൽ സെക്രട്ടറി. അപ്പം നമ്മൾ പറഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നു ആര്? നമ്മളുടെ ശക്തികാന്ത് ദാസ് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ആരാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ? ആരാണ് ഇപ്പോഴത്തെ RBI ഗവർണർ? ആരാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്ന് പറയുന്നത്? അത്യാവശ്യം മല്ലന്മാരെയൊക്കെ അല്ലേ നമുക്ക് ഈ പറയുന്ന എവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ട് ഗവർണർ ആക്കാൻ പറ്റൂ? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര മല്ലനാണ് എന്നുള്ള കാര്യം ഓർക്കുക. മല്ലനാണ് RBIയുടെ ഗവർണർ പദവി അലങ്കരിക്കാൻ സാധിക്കൂ. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പദവി അലങ്കരിക്കുന്നത്. സഞ്ജയ് മൽഹോത്രയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഈ സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ ഗവർണർ. RBIയുടെ ക്യാപിറ്റൽ എവിടെയാണ്? ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന മുംബൈ ആണ്. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ കൂടിയാണ് മുംബൈ. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലായ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മുംബൈയിലാണ് ആര്? സഞ്ജയ് മൽഹോത്ര ഉള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആരാണ്? ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിനാൻസ് സെക്രട്ടറി എന്ന് പറയുന്നത് അജയ് സേത്താണ്. അപ്പൊ ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി എന്നറിയപ്പെടുന്നത് അജയ് സേത്താണ് എന്നുള്ള കാര്യം ഓർക്കുക. അജയ് സേത്താണ് ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി എന്നുള്ള കാര്യം. ആൻഡ് ഈ അജയ് സേത്തിന്റെ പ്രത്യേകത, അതായത് ഫിനാൻസ് സെക്രട്ടറിമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി തുഹിൻകാന്ത് പാണ്ഡെ ആയിരുന്നു കേട്ടോ. തുഹിൻകാന്ത് പാണ്ഡെ ആയിരുന്നു ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി. അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അജയ് സേത്ത് വരുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറിമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മളൊരു സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്, ഈ രൂപകളിൽ, അതായത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പൈസകളുണ്ടല്ലോ, നമ്മുടെ ഇരിക്കുന്ന പൈസ, ഈ പൈസയ്ക്കകത്ത് ആരാണ് സൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം, നമ്മുടെ കയ്യിലിരിക്കുന്ന കാശിൽ ആരാണ് സൈൻ ചെയ്യാറുള്ളത് എന്ന് നമ്മളോട് സ്ഥിരമായി എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയ്ക്കകത്ത് ആരാണ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന രൂപ എടുത്ത് നോക്കിക്കേ, രൂപയിൽ ആരെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടോ? അതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന നോട്ടുകളിലെല്ലാം സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ടുകളിലെല്ലാം സൈൻ ചെയ്തിരിക്കുന്നത് ആണല്ലോ. RBI ഗവർണറാണ് ഈ പറയുന്ന സൈൻ ചെയ്തിരിക്കുന്നത്. RBIയുടെ ഗവർണറാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ RBI ഗവർണറാണ് ഈ പറയുന്ന നോട്ടുകളിലെല്ലാം സൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ എന്തിനായിരിക്കും ഫിനാൻസ് സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞപ്പം ഈ RBI ഗവർണർമാർ സൈൻ ചെയ്തിരിക്കുന്ന നോട്ടുകളെ കുറിച്ച് പറഞ്ഞത്? നമ്മുടെ കയ്യിലെ നോട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് 500 രൂപയുണ്ട്, 200 രൂപയുണ്ട്, 100 രൂപയുണ്ട്, 50 രൂപയുണ്ട്, 20 രൂപയുണ്ട്, ഇതൊക്കെ എടുത്ത് നോക്കി, 10 രൂപയുണ്ട്, ഇതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന RBIയുടെ ഗവർണർ തന്നെയായിരിക്കും സൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ 1 രൂപ നോട്ടിൽ സൈൻ ചെയ്യുന്നത് ആരാണ് എന്നുള്ള കാര്യം നമ്മളോട് ചോദിക്കും. 1 രൂപ നോട്ടിൽ സൈൻ ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറിയാണ്. ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ സൈൻ ചെയ്യുന്നത്. അപ്പൊ ബാക്കി എല്ലാ നോട്ടുകളിലും സൈൻ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആണെങ്കിൽ 1 രൂപ നോട്ടിൽ മാത്രം സൈൻ ചെയ്യുന്നത് ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഫിനാൻസ് മിനിസ്റ്റർ അല്ലേ, ഫിനാൻസ് സെക്രട്ടറി ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ആരാണ് ഫിനാൻസ് മിനിസ്റ്റർ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരാ? അതുകൂടി നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചോ. ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ. ആരാണ് നിർമ്മല സീതാരാമൻ? GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ പദവി അലങ്കരിക്കുന്നതും നിർമ്മല സീതാരാമൻ തന്നെയാണ്. അതായത് ആരാണോ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ അവർ തന്നെയാണ് GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ പദവി അലങ്കരിക്കുന്നത്. GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നതും ആര്? നമ്മളുടെ നിർമ്മല സീതാരാമൻ തന്നെയാണ്. ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നിർമ്മല സീതാരാമനാണ്. GST കൗൺസിലിന്റെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നതും ആരാണ്? നമ്മളുടെ നിർമ്മല സീതാരാമൻ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തുഹിൻകാന്ത് പാണ്ഡെയെ കുറിച്ചാണ്. തുഹിൻകാന്ത് പാണ്ഡെ ആയിരുന്നു ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി എന്ന് പറഞ്ഞു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആരാണ് തുഹിൻകാന്ത് പാണ്ഡെ എന്നുള്ള കാര്യം നോക്കുക. നമ്മൾ നേരത്തെ ഞാൻ 2 ബോഡികളെ കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചു. എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളെ കുറിച്ചുമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും സ്റ്റാറ്റ്യൂട്ടറി ബോഡികളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു നിയമം വഴി സ്ഥാപിതമാക്കുന്ന ഒന്നിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് നമ്മൾ പറഞ്ഞു. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ.
സെബി എന്ന് പറയുന്ന പാറ്റേൺ. സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 1992 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിയമമാണ്. സോ 1992 സെബി നിയമപ്രകാരം സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടിയ ഒരു ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ സെബിയിൽ 1988 സെബി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷെ ആ സമയത്ത് നിയമം വഴിയൊന്നും അല്ല ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോ നിയമം വഴി സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് അന്ന് അതിന് എന്തില്ലായിരുന്നു? സ്റ്റാറ്റ്യൂട്ടറി പദവി ഇല്ലായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയുടെ ഭരണഘടനയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഷെയർ മാർക്കറ്റുകളിലെ ഫ്രോഡുകളെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു റെഗുലേറ്ററിങ് അതോറിറ്റിയാണ് എന്ത്? സെബി എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് അതോറിറ്റിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഷെയർ മാർക്കറ്റിൽ സ്കാമുകളൊക്കെ സംഭവിച്ചപ്പോൾ പെട്ടെന്ന് നമുക്കൊരു അതോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? സെബി ഉണ്ടാക്കി. പക്ഷെ അന്ന് അപ്പോൾ നിയമമൊന്നും പാസ്സാക്കാൻ പറ്റിയില്ല. അങ്ങനെ 1988 സെബി ഉണ്ടായി വരുന്നത്. 1992 സെബി എന്ന് പറഞ്ഞ ഒരു ആക്ട് കൊണ്ടുവരുന്നു, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ആക്ട് കൊണ്ടുവരുന്നു 1992. അങ്ങനെയാണ് സെബിക്ക് എന്ത് കിട്ടിയത്? സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടിയത്. അപ്പോൾ സെബിയുടെ സ്റ്റാറ്റ്യൂട്ടറി പദവിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഇന്ത്യയിൽ സെബി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി ആയത്. അപ്പോൾ ഈ സെബിയുടെ ചെയർമാനാണ് ആര്? തുഹിൻ കാന്ത് പാണ്ഡെ എന്ന് പറയുന്നത് സെബിയുടെ ചെയർമാൻ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ചെയർമാനെ പഠിക്കുമ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് തുഹിൻ കാന്ത് പാണ്ഡെ എമംഗ് ദ ചെയർമാൻസ് ഓഫ് സെബി. സെബിയുടെ എത്രാമത്തെ ചെയർമാനാണ് തുഹിൻ കാന്ത് പാണ്ഡെ എന്നുള്ളത്? 11ാമത്തെ ചെയർമാനാണ് എന്ത്? തുഹിൻ കാന്ത് പാണ്ഡെ എന്നറിയപ്പെടുന്നത് സെബിയുടെ 11ാമത്തെ ചെയർമാനാണ്. 11ാമത്തെ ചെയർമാനാണ് സെബിയുടെ തുഹിൻ കാന്ത് പാണ്ഡെ. ഇദ്ദേഹം റീപ്ലേസ് ചെയ്തത് മാധുരിപൂരി ഭഞ്ചിനെയാണ്. മാധുരിപൂരി ഭഞ്ചിനെയാണ് ആര്? നമ്മളുടെ ഈ തുഹിൻ കാന്ത് പാണ്ഡെ റീപ്ലേസ് ചെയ്യുന്നത്. അതായത് സെബിയുടെ 10ാമത്തെ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് മാധുരിപൂരി ഭഞ്ചായിരുന്നു. സെബിയുടെ 10ാമത്തെ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് മാധുരിപൂരി ഭഞ്ചാണ്. എന്തുകൊണ്ടായിരിക്കാം ഞാൻ മാധുരിപൂരി ഭഞ്ചിന്റെ കാര്യം മാത്രം റീപ്ലേസ് ചെയ്തത് പറഞ്ഞത്? അതായത് ഇവിടെ നമ്മൾ അജയ് സേത്തിനെ റീപ്ലേസ് ചെയ്ത് തുഹിൻ കാന്ത് പാണ്ഡെയാണെന്ന് ഞാൻ പറഞ്ഞു. തുഹിൻ കാന്ത് പാണ്ഡെ റീപ്ലേസ് ചെയ്ത് അജയ് സേത്ത് ഫിനാൻസ് സെക്രട്ടറി ആയി. അത് നമ്മൾ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ആൻഡ് ഇവിടെ നമ്മൾ ജ്ഞാനേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞപ്പോഴും വേറെ ആരെക്കുറിച്ചും സംസാരിച്ചില്ല. മാധുരിപൂരി ഭഞ്ചിന്റെ കാര്യം പറഞ്ഞതിൽ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? അതായത് സെബിയുടെ 10ാമത്തെ ചെയർപേഴ്സന്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ മാധുരിപൂരി ഭഞ്ച് ഒരു സ്ത്രീയാണ്. അതായത് സെബിയുടെ ആദ്യത്തെ ചെയർപേഴ്സൺ അതൊരു സ്ട്രാറ്റജിക്കാണ്. അതായത് ഈ സെബിക്ക് എത്ര ചെയർപേഴ്സൺ വന്നാലും ആദ്യത്തെ വനിതയായ ചെയർപേഴ്സൺ മാറുമോ? ഇനി ഒരിക്കലും മാറില്ല. സോ സെബിയുടെ ഫസ്റ്റ് വിമൻ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് മാധുരിപൂരി ഭഞ്ചായിരുന്നു. മാധുരിപൂരി ഭഞ്ച് സെബിയുടെ ചെയർമാൻ പദവിയായപ്പം ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും അപ്പം സെബിയിൽ നിന്നൊരു ചോദ്യം കാണും. ഒന്നെങ്കിൽ ചോദിക്കും സെബിയുടെ ആദ്യത്തെ വനിതാ ചെയർമാൻ ആരാണ്, അല്ലെങ്കിൽ സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്, 10ാമത്തെ ചെയർമാൻ ആരാണ്, ഇനി മാധുരിപൂരി ബെഞ്ച് എത്രാമത്തെ ചെയർമാനാണ്, ഇങ്ങനെ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഓർക്കുക, മാധുരിപൂരി ബെഞ്ചിന് അത്രയും പ്രാധാന്യം കോമ്പറ്റേറ്റീവ് എക്സാംസ് ആ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം നമ്മൾ പുതിയ സെബിയുടെ ചെയർമാനെയാണ് പഠിക്കുന്നത്, തുഹിൻ കാന്ത് പാണ്ഡെ. പക്ഷേ അവർക്കുള്ള പ്രാധാന്യം ഞാൻ പറഞ്ഞു. അതായത് വനിതയായ വ്യക്തി ആയതുകൊണ്ട് ആദ്യത്തെ സെബിയുടെ വിമൻ ചെയർപേഴ്സൺ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മാധുരിപൂരി ഭഞ്ചാണ് എന്നുള്ള കാര്യം ഓർക്കും. സെബി നിലവിൽ വരുന്നത് 1988 സെബി നിലവിൽ വരുന്നത്. 1992 സെബിക്ക് എന്ത് നൽകിയത്? സ്റ്റാറ്റ്യൂട്ടറി പദവി കൊടുത്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് UPSC, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് UPSC എന്ന് പറയുന്നത്. സോ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. UPSC എന്ന് പറയുന്ന പാറ്റേൺ. ഇന്ത്യയിൽ എക്സാംസ് നടത്തുന്ന ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റിയാണ് എന്ത്? UPSC എന്ന് പറയുന്ന പാറ്റേൺ. നമുക്കറിയാം സിവിൽ സർവീസ് എക്സാമിനേഷൻസ് നടത്തുന്നത് UPSC ആണ്. IAS IPS എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പോസ്റ്റിലേക്ക് വരുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഇനി ഇതാ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ NDA എക്സാമിനേഷൻസ്, നമ്മുടെ ആർമി ഓഫീസേഴ്സിന്റെ നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്ന NDA, CDS കമ്പൈൻഡ് ഡിഫൻസ് സ്റ്റാഫ് CDS എന്നൊക്കെ പറയുന്ന എക്സാമിനേഷൻസ് നടത്തുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യയുടെ എക്സാംസ് നടത്തുന്ന ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റിയാണ് എന്ത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. എൻ്റെ ഒരു ചോദ്യമാണ്, UPSC ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ?
UPSC ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്? UPSC ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. കാരണം 315 UPSC 315 UPSCയിലല്ല, ഇന്ത്യയുടെ ഭരണഘടനയിൽ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ 315 315 ആർട്ടിക്കിൾ 315 എന്ത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 315 എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭരണഘടനാ പദവിയാണ്. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് ഇന്ത്യയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ആണ് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞത് ഈ പറയുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ UPSC എന്ന് പറയുന്നത് ഇന്ത്യയുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ, നമ്മളെല്ലാം മെറിറ്റ് അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ് UPSC എന്ന് പറഞ്ഞാൽ. അതൊരു ഭരണഘടനാ പദവിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. 1926 ഒക്ടോബർ 1 UPSC നിലവിൽ വരുന്നത്. 1926 ഒക്ടോബർ 21. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കായിരിക്കും, 1926 അതിന് ഇന്ത്യക്ക് ഭരണഘടന ഇല്ലല്ലോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എന്നുള്ളത്. 1926 ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു എന്തുണ്ടായത്, UPSC നിലവിൽ വരുന്നത്. സോ 1926 ഒക്ടോബർ 1 ആണ് UPSC നിലവിൽ വരുന്നത്. പക്ഷേ ഭരണഘടനാ പദവി കിട്ടുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാ പദവി കിട്ടണമെങ്കിൽ ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാവണമല്ലോ. ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടായതെന്നാ വേഗം പറ, ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടായതെന്നാ? ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാവുന്നതാണ് നമ്മൾ LKG മുതൽ പഠിക്കുന്ന റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ്. അതായത് 1950 ജാനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആണല്ലോ. സോ 1950 ജാനുവരി 26 ഇന്ത്യക്ക് റിപ്പബ്ലിക് കിട്ടി. ഇന്ത്യ റിപ്പബ്ലിക് ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നു എന്ന് പറയുന്ന പാറ്റേൺ ആണ്. സോ 1950 ജാനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നു എന്ന് പറയുന്ന പാറ്റേൺ ആണ്. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് ഭരണഘടനാ പദവി കിട്ടി. എന്നാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1926 ഒക്ടോബർ 1 എന്നുള്ള കാര്യം ഓർക്കുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ പദവി അലങ്കരിച്ചത് അജയ് കുമാർ ആണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ UPSCയുടെ ചെയർമാൻ പദവി അലങ്കരിച്ചിരിക്കുന്നത് നമ്മളുടെ അജയ് കുമാർ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. UPSC എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഭരണഘടനാ പദവിയാണ്. ആർട്ടിക്കിൾ 315 എന്ത് പറയുന്നത്, നമ്മളുടെ UPSCയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 315 ആണ്. അപ്പം നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഈ സെഷനിൽ നമ്മൾ 2 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും പറഞ്ഞു. രണ്ടിൻ്റെയും ആർട്ടിക്കിളുകൾ ശ്രദ്ധിക്കുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ 315 ആണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 324 എന്നുള്ള കാര്യം ഓർക്കുക. 324 എന്ത് ഈ പറയുന്നത് വരുന്നത്. അങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പവഴി എന്താ, 3 പേരുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ 3 പേരുണ്ട്. അതിൽ 2 പേര് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ് എന്ന് പറഞ്ഞു ആണല്ലോ. 3 പേരുണ്ട്, 2 പേര് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഇന്ന് കിട്ടും. 324 ആർട്ടിക്കിളിലാണ് എന്ത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സോ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ജ്ഞാനേഷ് കുമാർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. UPSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അജയ് കുമാർ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അജയ് കുമാർ ആണ് UPSCയുടെ ചെയർമാൻ എന്നുള്ള പാറ്റേൺ പറഞ്ഞത്. ആൻഡ് നമ്മൾ സെബി പറഞ്ഞു. സെബി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? അല്ല. സെബി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിലെ സ്റ്റാറ്റ്യൂട്ടറി പദവിയാണ് സെബി എന്ന് പറയുന്നത്. തുഹിൻ കാന്ത് പാണ്ഡെയാണ് സെബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. തുഹിൻ കാന്ത് പാണ്ഡെ റീപ്ലേസ് ചെയ്തത് മധുരിപുരി ബഞ്ചിനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. മധുരിപുരി ബഞ്ച് 10ാമത്തെ സെബിയുടെ ചെയർപേഴ്സൺ പദവി അലങ്കരിച്ച വ്യക്തിയാണ്. പ്രത്യേകത എന്താണ്? സെബിയുടെ പ്രത്യേകതയിൽ 10ാമത്തെ സെബിയുടെ ചെയർപേഴ്സൺ പദവി ആണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സെബി ചെയർപേഴ്സൺ ആണ് ആര്? നമ്മളുടെ ഈ പറയുന്ന മാധുരിപുരി ബഞ്ച് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോയിൻമെൻറ്റ്സ് ആണ്. അപ്പോയിൻമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോയിൻമെൻറ്റ്സ് പഠിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകൾ സ്ഥിരമായി കൃത്യമായി പഠിച്ചു വെക്കുക ആൻഡ് കണക്ട് ചെയ്ത് പഠിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.